ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്ററ്റ് കാറ്റഗറി ഫോർ ഹിന്ദിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. ഇത് കഴിഞ്ഞ ഈയിടെ നടന്ന കാറ്ററ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ 91ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഗ്യേക്ക് കവിത നദി കെ ദ്വീപ് മേ നദി ഓർ ദ്വീപ് ക്രമശ കിൻകെ പ്രതീക് ഹെ. അതായത് അഗ്യേൻ്റെ കവിതയാണ് നദി കെ ദ്വീപ്. അതിൽ നദിയും ദ്വീപും എന്തിൻ്റെ പ്രതീകങ്ങളാണ്? ഓപ്ഷൻ എ പ്രകൃതി ഓർ ജീവ് ജന്തു का, ബി मन और बुद्धि का, സി ഈശ്വർ और मानव का, ഡി സമാജ് और വ്യക്തി का. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിൻ്റെ റൈറ്റ് ആൻസർ, സമാജ് और വ്യക്തി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. निराला की कविता जूही की कली की विषय वस्तु मुख्यतः किस पर आधारित है? धार्मिक सद्भावना, माँ की ममता, छुआछूत की समस्या, विरह की ഭാവന. ഓക്കെ, അതായത് ജൂഹി കി കലി എന്ന് പറയുന്ന പോയത്തിൽ വരുന്നത് വിരഹ് കി ഭാവനയാണ്. അപ്പോൾ 92 ഡി ആണ് റൈറ്റ് ആൻസർ. 93ലേക്ക് പോകാം. ദുഃഖ് കഹാനി में दिलीप को जीवन के असली दुख का एहसास कब हुआ? पत्नी के चले जाने पर, नौकरी न मिलने पर, होमचे वाले लड़के से मिलने पर, प्राकृतिक आपदा का सामना करने पर. ഓക്കെ, അതിനകത്ത് ബിയും ഡിയും നമ്മുടെ സ്റ്റോറിയിൽ വരുന്ന കാര്യങ്ങളല്ല, എയും സിയും ആണ് ആ സ്റ്റോറിയിൽ വരുന്നത്. അപ്പോൾ ദിലീപിന് ശരിക്കും ദുഃഖം വരുന്നത് ഹോംചെ വാലെ ലഡ്കേസെ മിൽനെ പർ. ഓക്കെ, ശരിയായ ദുഃഖം എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോഴാണ്. അപ്പോൾ സി ആണ് റൈറ്റ് ആൻസർ. 94ലേക്ക് പോകാം. ഇൻമേ സഹോഷ് യാ ഹോഷ് വ്യഞ്ജൻ കോൺസാ ഹെ. 94 റൈറ്റ് ആൻസർ എ ആണ്, ഗ. നെക്സ്റ്റ് 95. സ്കന്ദഗുപ്ത് നാടക പാത്ര ഇൻമേ കോൻ ഹെ. സ്കന്ദഗുപ്ത എന്ന് പറയുന്ന ജയശങ്കർ പ്രസാദിൻ്റെ നാടകത്തിലെ ക്യാരക്ടർ ആരാണ്? ചാണക്യ, ബിംബസാർ, കുമാർദാസ്, പ്രസേൻജിത്ത്. ഓക്കെ, 95 സി ആണ് റൈറ്റ് ആൻസർ, കുമാർദാസ്. നെക്സ്റ്റ് ആണ് कर्मवाचिका सही रूप कौन सा है? दोनों हरों के बीच दीवार बनाया गया, दोनों हरों के बीच दीवार बनाए गए, दोनों हरों के बीच दीवार बनाया, दोनों हरों के बीच दीवार बनाई गई. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എടി ചോട്ടി കാ ജോർ ലഗാന മുഹാവരെ കാ അർത്ഥ് ക്യാ ഹെ? അതൊരു പഴഞ്ചൊല്ലാണ്. അതിൻ്റെ മീനിങ് എന്താണ്? ഭർപൂർ പ്രശംസ കർണ, കഠിൻ പരിശ്രമം കർണ, സാജ് ശൃംഗാർ കർണ, ഭർപേട്ട് ഭോജൻ കർണ. അപ്പോൾ എന്താണ്? ശരിക്കും ശ്രമിക്കുക അല്ലെങ്കിൽ കഠിന പ്രയത്നം ചെയ്യുക, അതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ 97 ബി ആണ്. 98ലേക്ക് പോവുകയാണെങ്കിൽ പ്രിയ പ്രവാസ് കെ രചനാകാർ കാ ഏക് ഓർ കാവ്യ കോൺസാ ഹെ? പ്രിയ പ്രവാസ് എഴുതിയ അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയോധാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാവ്യം. യശോധര തൃശ്ശൂർ, രശ്മി രേഖ, വൈദേഹി വനവാസ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, വൈദേഹി വനവാസ്. നെക്സ്റ്റിലേക്ക് പോകാം. 99. प्रेमचंद का उपन्यास निर्मला की विशेषता कौन सी है? चरित्र प्रधान उपन्यास, ऐतिहासिक उपन्यास, अनूदित उपन्यास, वैज्ञानिक उपन्यास. ഓക്കെ, സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ചരിത്ര പ്രധാൻ ഉപന്യാസ്. അതിലെ ക്യാരക്ടേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, അവരുടെ വിശേഷതകൾക്കൊക്കെ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 100ാമത്തേലേക്ക് പോകാം. കാൽക്രम की दृष्टि से छायावादी युग कब शुरू हो गया था? छायावादी युगം എപ്പോഴാണ് ആരംഭിച്ചത്? द्विवेदी युग के बाद, प्रयोगवादी युग के बाद, प्रगतिवादी युग के बाद, भारतेंदु युग के पहले. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ദ്വിവേദി യുഗ് കെ ബാദ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ടോപ്പിക്കൊക്കെ തന്നെ കാറ്ററ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന കാറ്ററ്റ് എക്സാമിനും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ ടോപ്പിക്കിനൊക്കെ. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.